മോദിജി നവംബർ 2026 ന്യൂഡൽഹി വിട്ട് അദ്ദേഹം ലോക നേതാക്കളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരും. ഇദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം ഭാരതത്തിൻ്റെ അവസ്ഥയിൽ ചെറിയൊരു താഴ്ച പിന്നീടുണ്ടാകുന്ന ഒരു 5 മാസ കാലയളവിലേക്കുണ്ട്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഭാരതത്തിനുണ്ടാകും. ഫെബ്രുവരി 2027 മോദി ലോക നേതൃസ്ഥാനം വഹിക്കുന്ന നേതാക്കളിൽ ഒരാളായിട്ട് ഉയർത്തപ്പെടും. ലോകം പുതിയൊരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു ലോക ഗവൺമെൻറ് പോലെ ഒരു സംവിധാനം യുണൈറ്റഡ് നേഷൻസിനെ മാറ്റിക്കൊണ്ട് പിന്നീട് നിലവിൽ വരും. ചെയ്തതുപോലെ ലോകത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മാറുന്നത്. മോദി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന 4 മാസ കാലയളവിൽ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ തീരദേശത്ത് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ശക്തമായ കടലാക്രമണം കാരണം 3 പട്ടണങ്ങൾക്ക് ശക്തമായ നഷ്ടം, വളരെയധികം വ്യാപ്തിയിലും അളവിലുമുള്ള നാശനഷ്ടം നേരിടേണ്ടതായിട്ട് വരും. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറവാണെന്ന് കാണാം. തെക്കേ ഏഷ്യയിലെ നമ്മുടെ അയൽക്കാരുടെ കാര്യം നോക്കുമ്പോൾ പാകിസ്ഥാനിൽ സാമ്പത്തിക രംഗം പാടെ തകരും. ആ തകർച്ചയോടനുബന്ധിച്ച് വംശീയ പ്രശ്നം അതിരൂക്ഷമാകും. അതിനെ ചൊല്ലിയുണ്ടാകുന്ന കലാപങ്ങൾക്കൊടുവിൽ രാജ്യം 3 ഭാഗങ്ങളായിട്ട് 3 രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെടും. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശും ഭാരതവുമായി 2 വർഷത്തിന് ശേഷം രമ്യതയിലാകും. സാമ്പത്തികമായി ബംഗ്ലാദേശ് തിരിച്ച് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിന് ഇപ്പോൾ തുടങ്ങിയ ഒരു 5 വർഷ കാലയളവ് അത് എടുക്കുമെങ്കിലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്ക പ്രതീക്ഷിക്കാത്ത അളവിലുള്ള പല നാശനഷ്ടങ്ങൾക്കും ഇരയാകും. മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം മാൽദീവ്സ് സാമ്പത്തികമായിട്ട് 3 വർഷത്തിന് ശേഷം ഉയരുമെങ്കിലും 1 വർഷത്തിന് ശേഷം വരുന്ന കടലാക്രമണം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ അതിജീവിക്കാൻ അവർക്ക് ഒരു ദശാബ്ദക്കാലം തന്നെ വേണ്ടി വന്നേക്കാം. 2025 മുതൽ 31 വരെ വരുന്ന കാലയളവ് കൊണ്ട് ഭാരതം വളരെ ശക്തമാകും. അത് ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. ഭാരതം അതിൻ്റെ അതിർത്തി പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കും. 2032 മാൽദീവ്സ് മനുഷ്യവാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മൃഗങ്ങളുടെ നില സൂചിപ്പിക്കുന്നത് മഹാഭാരത കാലത്തിലെ പോലെയോ അല്ലെങ്കിൽ 2ാം ലോക മഹാകാലത്തെ പോലെയോ ഉള്ള ഒരു ഗ്രഹനിലയാണ് ഈ സമീപകാലത്ത് ഉള്ളത്. അപ്പോൾ ഫലങ്ങളും അത്തരത്തിലുള്ളതായിരിക്കും. വലിയ വലിയ പരിവർത്തനങ്ങൾ ലോകത്ത് സംഭവിക്കുന്ന കാലമാണ്.